ഭാഷയിലൂടെ മിഴിനെ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ എനിക്ക് വിഷു എന്ന് പറയുമ്പോഴേ വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന് പറയുന്ന കവിതയാണ് ഓർമ്മ വരുന്നത്. ആ വിഷുക്കണി എന്ന കവിതയിൽ പറയുന്നില്ലേ, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും. ശരിയാ. പിന്നെ നമ്മളെ മക്കൾ ഈ പരീക്ഷയൊക്കെ എഴുതുമ്പോഴേ PSCയിൽ എപ്പോഴും തെറ്റിക്കുന്ന ഒന്നാണ് ഈ വൈലോപ്പിള്ളിയുടെ വിഷുക്കണിയും അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാനിരിക്കാവതില്ലേ. കേട്ടിട്ടുണ്ട്. നല്ല കവിത. പൂക്കാതിരിക്കാനെനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ. ശരിയാ. കാരണം മറ്റേതിലും വിഷുക്കണിയും കൊന്നയൊക്കെ വരുന്നുണ്ട്, ഇതിനകത്തും വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാ. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ മിസ്സേ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഈ ചുറ്റിനുള്ള ഇത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചയും ഈ വിഷു ഒന്നും ഫിസിക്സ് ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു? ഈ ഫിസിക്സും വിഷുക്കണിയുമായിട്ടൊക്കെ എന്താ ബന്ധം? അതാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഈ നമ്മൾക്ക് എന്ത് കാര്യം കാണണമെങ്കിൽ ലൈറ്റ് വേണ്ടേ? ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് കാഴ്ചകൾ കാണാൻ നമ്മളെ സഹായിക്കുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ണെന്നായിരിക്കും മിസ് ഉത്തരം പറയാൻ പോകുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് രാത്രി എന്ത് കണ്ണില്ലേ മിസ്സേ? അത് ശരിയാ, രാത്രി കണ്ണുണ്ട്. അപ്പൊ പ്രകാശം വേണം, അല്ലേ? നമ്മുടെ ചുറ്റിനുള്ള വസ്തുക്കളിലൊക്കെ ഈ ലൈറ്റ് വന്ന് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുന്നത് എല്ലാ വസ്തുക്കളെയും. അപ്പൊ PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണത്, കാഴ്ചകൾ അല്ലെങ്കിൽ വസ്തുക്കളെ കാണാൻ നമ്മളെ സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഏതെന്ന് ചോദിക്കുമ്പോൾ അത് പ്രതിഫലനമാണ്. പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ എന്റെ ഒരു സംശയമാണ്, ഈ കണ്ണാടിയിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രകാശത്തിന്റെ പ്രതിഫലനം കാണാൻ പറ്റുള്ളൂ? അല്ല, നമ്മുടെ ചുറ്റിനുള്ള എല്ലാ വസ്തുക്കളിലും ഈ പ്രതിഫലനം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ കണ്ണാടി, പിന്നെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചോറ് കൊണ്ടുപോകുന്ന പാത്രത്തിന്റെ പുറകിൽ നമ്മുടെ മുഖമൊക്കെ കാണാറില്ലേ മിസ്സേ? അപ്പം ഈ കണ്ണാടി, സ്റ്റീൽ പാത്രം, ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ പ്രതലം നല്ല മിനുസമാണ്, സ്മൂത്ത് ആണ്. ഈ സ്മൂത്ത് ആയിട്ടുള്ള പ്രതലങ്ങളിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ആ ലൈറ്റ് നല്ല ക്രമമായിട്ട്, നല്ല ഓർഡർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അതിനകത്ത് നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റുന്നത്. ഈ ഒരു ടൈപ്പിലുള്ള പ്രതിഫലനത്തെയാണ് നമ്മൾ ക്രമപ്രതിഫലനം എന്ന് പറയുന്നത്. അവിടെ മാത്രമാണ് പ്രതിബിംബം ഉണ്ടാവുള്ളൂ. ഇനി ബാക്കിയുള്ള നമ്മുടെ ചുമരായിക്കോട്ടെ, തറയായിക്കോട്ടെ, ബാക്കി എന്തും ആയിക്കോട്ടെ, അതൊക്കെ പരുക്കനായിട്ടുള്ള പ്രതലങ്ങളാണ്, അല്ലേ? മിനുസമല്ലല്ലോ. അപ്പൊ ഈ പരുക്കനായിട്ടുള്ള പ്രതലങ്ങളിൽ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അത് അതിന് തോന്നുന്ന പോലെ ക്രമരഹിതമായിട്ട് ഇങ്ങനെ പ്രതിഫലിക്കും. അതിന് പറയുന്ന പേര് വിസരിത പ്രതിഫലനം എന്നാണ്. അപ്പൊ ഈ വിസരിത പ്രതിഫലനത്തിൽ എന്തുണ്ടാവൂല? പ്രതിബിംബം ഉണ്ടാവൂല. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ചുമരിലൊന്നും നമ്മുടെ മുഖം കാണാൻ വേണ്ടി പറ്റാത്തത്. രണ്ട് തരത്തില് ഈ പ്രതിഫലനം ഉണ്ട്. ക്രമപ്രതിഫലനം, വിസരിത പ്രതിഫലനം. അതാണ് വ്യത്യാസം. അപ്പോഴേ നമ്മള് ഒത്തിരി അറിവും ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് സൈലത്തോടൊപ്പം ഈ ഒരു വിഷു അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടേ. എന്താ? നമ്മുടെ സൈലത്തിലെ മക്കൾക്ക് വേണ്ടി വിദ്യാമിസ് ഒരു 2 വരി പാട്ട്. അത് വേണം. വേണം. മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് വിദ്യാമിസിന്റെ പാട്ട്. ശ്രമിക്കാം. ഓക്കെ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു, കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു, കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കണ്ണാനിയാടിയ ലീലകളൊന്നൂടെ ആടൂലേ, കണ്ണാനിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാനിയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ കണ്ണാ കണ്ണാ. അടിപൊളിയായിരുന്നു വിദ്യാമിസേ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പാട്ട്. അപ്പോൾ ഏവർക്കും സൈലം PSCയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിശ്വാസങ്ങൾ.